പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം അത് ഒരു തുറന്ന യുദ്ധത്തിൻ്റെ വക്കിലെത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമ്മൾ കരുതിയിരുന്നത് ഒരു ചെറിയ സംഘർഷത്തിൽ കാര്യങ്ങൾ അവസാനിക്കും എന്നൊരു തോന്നലാണ് ഉണ്ടായത്. പക്ഷേ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ട്. അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെടുന്നത് പാകിസ്ഥാൻ്റെ 58 സൈനികരെ വധിച്ചു എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെടുന്നത്. 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും അഫ്ഗാനിസ്ഥാൻ പുറത്തുവിടുന്നുണ്ട്. അതേസമയം പാകിസ്ഥാനും ഒട്ടും കുറയ്ക്കുന്നില്ല. പാകിസ്ഥാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ 19 സൈനിക പോസ്റ്റുകൾ പാകിസ്ഥാൻ പിടിച്ചെടുത്തു എന്നുള്ളൊരു വാദം ഉന്നയിക്കുന്നു. പാകിസ്ഥാൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ പ്രകാരം അത് വാസ്തവമാണെങ്കിൽ ഖുറാം എന്ന് പറയുന്ന താലിബാൻ്റെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു സൈനിക പോസ്റ്റ് നിന്ന് കത്തുന്ന ഒരു ദൃശ്യം അവർ പുറത്തുവിടുന്നുണ്ട്. അതേപോലെ തന്നെ മനോജ്ബ എന്ന് പറയുന്ന ഒരു ക്യാമ്പ്, അതേപോലെ ജന്തുസാർ എന്ന് പറയുന്ന ഒരു സൈനിക പോസ്റ്റ്, അതേപോലെ തുർക്കുമെൻസായ് എന്ന് പറയുന്ന മറ്റൊരു ക്യാമ്പ്, പിന്നെ കർച്ചാർ എന്ന് പറയുന്ന മറ്റൊരു സൈനിക ക്യാമ്പ്. അതായത് അഫ്ഗാൻ്റെ ഇത്തരം സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാൻ നടത്തി എന്നുള്ള വിവരങ്ങളും പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് പുറത്തുവിടുന്നു. പക്ഷേ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഈ അഫ്ഗാനിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ട വിവരങ്ങൾ പറയുന്നില്ല. പക്ഷേ അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ട് അവരുടെ 9 സൈനികർ ഈ ഒരു സൈനിക നടപടിക്കിടെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം അഫ്ഗാനിസ്ഥാനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കരുതിയിരുന്നത് പോലെ കാബൂളിൽ പാകിസ്ഥാൻ നടത്തിയ ഒരു വ്യോമാക്രമണത്തിൻ്റെ തിരിച്ചടി എന്ന നിലയിലാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് ഇത്ര വലിയൊരു ആക്രമണം നടത്തിവിട്ടത്. അതായത് പാകിസ്ഥാൻ്റെ അതിർത്തിയിലുള്ള 6 സൈനിക ക്യാമ്പുകൾക്ക് നേരെ, അതായത് കുനാർ, നർഗർഹാർ, പാത്തിക, ഖോസ്റ്റ്, ഹൽമാൻ തുടങ്ങിയ 6 സൈനിക ക്യാമ്പുകളിലേക്കാണ് അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തിയത് എന്നുള്ള സ്ഥിരീകരണം വന്നിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു. വെടിയൊച്ചകൾ ഇപ്പോഴും കേൾക്കാം. വലിയ രീതിയിലുള്ളൊരു സംഘർഷാന്തരീക്ഷം ഇപ്പോഴുണ്ട്. പക്ഷേ താലിബാൻ ഔദ്യോഗികമായി പറയുന്നത് ഖത്തർ, അതേപോലെ ഇറാൻ, സൗദി അറേബ്യ ഈ 3 രാജ്യങ്ങളും വിഷയത്തിൽ ഇടപെട്ടു. അതിനെ തുടർന്ന് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ പാകിസ്ഥാനെതിരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും അവിടെ നിന്നുള്ള പ്രാദേശികമായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവിടെ ഇപ്പോഴും സംഘർഷ അന്തരീക്ഷം നിലനിൽക്കുന്നു. അതായത് 2 രാജ്യങ്ങളും തമ്മിൽ ഏതാണ്ട് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പരസ്പരമുള്ള ഒരു ആക്രമണം എന്നതിലുപരി വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ വല്ലാണ്ടങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ കാര്യത്തെ നിരീക്ഷിക്കുന്നത്. കാരണം താലിബാൻ സേനയുടെ സൈനിക ബലത്തിലും അംഗബലത്തിലും പാകിസ്ഥാന് അത്ര മതിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ അഭിപ്രായം മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള ഒരു നിരീക്ഷണം വരുന്നു. ചില ദൃശ്യങ്ങൾ കാണുന്നത് വിശ്വസിക്കാമെങ്കിൽ പാകിസ്ഥാൻ സൈനികർ അവർ സ്വയരക്ഷാർത്ഥം ഓടി മാറുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് വ്യക്തമല്ല. ഏതായാലും കാബൂളിൽ നടത്തിയ ഒരു വ്യോമാക്രമണം അത് പാകിസ്ഥാൻ ഇപ്പോഴും ഔദ്യോഗികമായിട്ട് സമ്മതിക്കുന്നില്ല. പാകിസ്ഥാൻ വ്യോമസേനയാണ് അവിടെ ആക്രമണം നടത്തിയതെന്നുള്ളത് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പാർലമെൻറ്റിൽ നടത്തിയ ഒരു പ്രസ്താവന അതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ്. കാരണം ഈ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തോട് എൻ്റെ ക്ഷമ നശിച്ചു. പാക് താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയെ നിലയ്ക്ക് നിർത്താൻ പലവട്ടം അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തെ ആവശ്യപ്പെട്ടിട്ടെങ്കിലും അവർ ഇതുവരെ കാര്യമായ നടപടികൾ എടുത്തിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതായത് കാബൂളിൽ വ്യോമാക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ ഈ കാബൂളിൽ നടത്തിയ ആക്രമണം തങ്ങളാണ് നടത്തിയത് എന്നുള്ളത് ഇപ്പോഴും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ അവിടെ നടന്നത് ഒരു വ്യോമാക്രമണമാണ്. അവിടെ ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഉന്നതരായ നേതാക്കൾ അവിടെ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ നടത്തിയ ഒരു സൈനിക നടപടിയാണ് അതെന്ന സ്ഥിരീകരണം വന്നിട്ടുണ്ട്. 30ഓളം പേർ ആ സംഭവത്തിൽ കൊല്ലപ്പെട്ടു എന്നും വരുന്നു. ഈ പാകിസ്ഥാൻ ആദ്യമായല്ല ഇത്തരത്തിൽ സൈനിക ക്യാമ്പുകൾക്ക് ലക്ഷ്യമിട്ട് ഒരു വ്യോമാക്രമണം നടത്തുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 22-ന് പാകിസ്ഥാനിലെ തന്നെ പക്തൂങ്വ എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഇതേപോലെ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ നേതാക്കളെ ലക്ഷ്യമിട്ട് ഒരു ചൈനീസ് യുദ്ധവിമാനം ഉപയോഗിച്ച് ഒരു വ്യോമാക്രമണം നടത്തിയിരുന്നു. പക്ഷേ പാകിസ്ഥാനെ ലക്ഷ്യം പിഴച്ച് അത് ജനവാസ മേഖലയിലാണ് ആക്രമണം വന്ന് ഭവിച്ചത്. ആ സംഭവത്തിൽ ഏതാണ്ട് 30-ലധികം പേർ കൊല്ലപ്പെട്ട ഒരു സംഭവമുണ്ട്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ
വലിയൊരു നാണക്കേട് അതിൻ്റെ വക്കത്ത് നിൽക്കുന്ന പാകിസ്ഥാനാണ് വീണ്ടും സമാനമായ രീതിയിൽ ഒരു വ്യോമാക്രമണം, അതായത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു കയറി അവിടെ ജനവാസ മേഖലയിൽ സൈനിക ക്യാമ്പുകൾ എന്ന പേരിൽ അവിടെ ആക്രമണം നടത്തിയത്. അപ്പോൾ അതിന് ഒരു തിരിച്ചടി എന്ന നിലയിലാണ് അഫ്ഗാനിസ്ഥാൻ ഈ നിലയിൽ പാകിസ്ഥാന് ഉള്ള മറുപടി കൊടുത്തത് എന്നുള്ള വിവരങ്ങളും വരുന്നു. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ എത്രയാണ് ആൾനാശം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതകളുണ്ട്. പാകിസ്ഥാനും താലിബാനും നടത്തിയ അവകാശവാദങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നേക്കുന്നത്. യഥാർത്ഥ വസ്തുതകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും എന്തുകൊണ്ട് ഈ പാകിസ്ഥാൻ അവിടെ അഫ്ഗാനിസ്ഥാനിൽ പോയി ആക്രമണം നടത്തി എന്നുള്ളതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ പാകിസ്ഥാൻ അകത്ത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഭീകരവാദ സംഘടനയാണ് ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്നത്. അവർ ഈ പഷ്തൂൺ എന്ന് പറയുന്ന ഗോത്ര വർഗത്തെ ഏകോപിപ്പിച്ച് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ്റെയും അതിർത്തി മേഖലകളിലുള്ള ആ പ്രദേശം മുഴുവൻ അവരുടെ ഒരു ഒറ്റ രാജ്യമായി മാറ്റണം എന്ന് കരുതി പ്രക്ഷോഭം നടത്തുന്ന, അല്ലെങ്കിൽ പാക് സൈന്യത്തിനെതിരെ സായുധ കലാപം നടത്തുന്ന കൂട്ടരാണ് ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ അഫ്ഗാൻ ഭരണകൂടം നേരിട്ട് പിന്തുണയ്ക്കുന്നില്ല, പക്ഷേ പരോക്ഷ പിന്തുണ അവർക്കുണ്ട് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അപ്പോൾ ഇവരെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നിലപാടെടുത്തത് എന്നുള്ളതാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ താലിബാൻ ഭരണകൂടം ഇപ്പോഴും ആവർത്തിക്കുന്നത് ഞങ്ങളുടെ മണ്ണിൽ ഭീകര പ്രസ്ഥാനങ്ങളില്ല, അത്തരം ഭീകര പ്രസ്ഥാനങ്ങളെ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടുന്ന് തുടച്ചു നീക്കിയതാണ്. പക്ഷേ പാകിസ്ഥാനിൽ IS അടക്കമുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും തഴച്ചു വളരുന്നുണ്ട്, അവർക്കെതിരെയാണ് പാകിസ്ഥാൻ നടപടി എടുക്കേണ്ടതെന്ന് തെഹ്രീക്കെ താലിബാൻ അഫ്ഗാൻ ഭരണകൂടത്തിൻ്റെ വക്താവ് സബീനുള്ള മുജാഹിദ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഇത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ നയതന്ത്ര ബന്ധത്തിൻ്റെ ഒരു തിരിച്ചടിയാണ് എന്ന തരത്തിലും വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്കുള്ള സന്ദർശന പരിപാടി ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കയറി വ്യോമാക്രമണം നടത്തിയത്. അദ്ദേഹം ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ആ സമയത്താണ് അതിർത്തിയിൽ ഇത്ര വലിയ ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അഫ്ഗാനും ഇന്ത്യയും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് പാകിസ്ഥാന് ഒട്ടും സ്വീകാര്യമല്ല എന്നുള്ള പരോക്ഷ സൂചന നൽകാൻ കൂടി ഉദ്ദേശിച്ചാണ് അഫ്ഗാനിസ്ഥാന് നേരെ ഈ ആക്രമണം നടത്തിയത് എന്നുള്ള ഒരു സംഗതി കൂടിയുണ്ട്. ഏതായാലും തൊട്ടടുത്ത് നടക്കുന്ന ഒരു സംഘർഷം എന്ന നിലയിൽ ഇന്ത്യ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്, അതുകൊണ്ടുള്ള നിരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ ഔദ്യോഗിക ഒരു പ്രതികരണം നൽകിയിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സംഗതിയാണ് ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന. അത് ഇന്ത്യൻ സ്പോൺസേഡ് ആണ് എന്നുള്ളതാണ്. പക്ഷേ അത് ഇന്ത്യ എല്ലാ കാലവും നിഷേധിക്കുന്ന ഒരു സംഗതിയും കൂടിയാണ്. ഇപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതിൻ്റെ അനന്തരഫലം എന്താണ് സംഭവിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.